അസീസ് കോൺഗ്രസ് വിട്ടതും കോൺഗ്രസ് അസീസിനെ പുറത്താക്കിയതും സത്യം പറഞ്ഞതിനാണ്. കാരണം കോൺഗ്രസിൽ സത്യം പറഞ്ഞാൽ കണ്ണുകുത്തി പൊട്ടിക്കുന്ന ഒരു കാലമാണെന്ന് കോൺഗ്രസ് ഉള്ളത്. എല്ലാ അസത്യങ്ങളും പറഞ്ഞ് കാപട്യങ്ങൾ കാണിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധപ്പതിച്ചു. മഹാത്മജി സത്യം പറഞ്ഞ് നയിച്ചിരുന്ന പാർട്ടി ഇന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടി സ്ഥാപക ചെയർമാനായിരുന്ന ബാലകൃഷ്ണപിള്ള സാറിന്റെ ഏറ്റവും അടുത്താണ് അസീസ്. സത്യം പറഞ്ഞുകൊണ്ട് കേരള കോൺഗ്രസിലേക്ക് വരികയാണ്. ഞങ്ങൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ ഞങ്ങളെല്ലാവരും ചേർന്ന് സ്വാഗതം ചെയ്യുകയാണ്. സംസ്ഥാന ജില്ലാ പ്രാദേശിക നേതാക്കളെല്ലാം ഇവിടെ അസീസിനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾ അദ്ദേഹത്തെ ക്ഷണിച്ചു. അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരാൻ സമ്മതിച്ചു. വളരെ സന്തോഷത്തോടെ അദ്ദേഹം ഞങ്ങളുടെ ഒപ്പം ഞങ്ങൾ സ്വീകരിക്കുകയാണ്. അസീസിനെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പദവികളിൽ ഞങ്ങൾ നിയോഗിക്കും. ഇന്ന് ഇവിടെ വെച്ച് ഞങ്ങൾ മെമ്പർഷിപ്പ് കൊടുത്ത് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തിനെ പൊന്നാട അണിയിച്ച് സി എ ഗോപാലസാറെ മെമ്പർഷിപ്പും കൊടുത്തു. അസീസിന് മെമ്പർഷിപ്പ് കൊടുത്ത് ഞങ്ങൾ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അസീസ് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരിക്കും. കാരണം അസീസിനെ സംബന്ധിച്ച് ഏറ്റവും ജനകീയനായ നേതാവാണ്. ഈ പ്രദേശത്ത് നമ്മുടെ ഈ മേഖലയിലെ ഏറ്റവും ജനങ്ങളുമായി ആത്മബന്ധമുള്ള, ഏറ്റവും പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും വിഷയങ്ങളിൽ ഇടപെടുന്ന വളരെ ജനകീയനായ ഒരു നേതാവിനെ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ലഭിച്ചതിൽ ഞങ്ങൾ അത്യധികമായ സന്തോഷമുണ്ട്. അഭിമാനത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്ന ഞങ്ങളുടെ ഒരു സഹോദരനെ ഞങ്ങൾ സ്വീകരിക്കുകയാണ്. ഞങ്ങളുടെ ഒരു സഹോദരൻ തന്നെയാണ്. എൻ്റെ അച്ഛൻ എല്ലാ കാലത്തും ഒരു സ്വന്തം അനുജനെ പോലെ കൊണ്ട് നടന്ന് സ്നേഹിച്ച ആളാണ് അസീസ്. കോൺഗ്രസ് വിട്ടതും കോൺഗ്രസ് അസീസിനെ പുറത്താക്കിയതും സത്യം പറഞ്ഞതിനാണ്. കാരണം കോൺഗ്രസിൽ സത്യം പറഞ്ഞാൽ കണ്ണുകുത്തി പൊട്ടിക്കുന്ന ഒരു കാലമാണെന്ന് കോൺഗ്രസ് ഉള്ളത്. എല്ലാ അസത്യങ്ങളും പറഞ്ഞ് കാപട്യങ്ങൾ കാണിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധപ്പതിച്ചു. മഹാത്മജി സത്യം പറഞ്ഞ് നയിച്ചിരുന്ന പാർട്ടി ഇന്ന് സത്യം പറഞ്ഞാൽ കണ്ണുകുത്തി പൊട്ടിക്കും എന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. അസീസ് പറഞ്ഞാൽ അസത്യം എന്താണ്? തത്തനാറ് നിയമത്തിലെ എല്ലാ മെമ്പർമാർക്കും രാഷ്ട്രീയത്തിന് അതീതമായി വികസനത്തിന് എന്ത് ചോദിച്ചിട്ടുണ്ടോ അത് കൃത്യമായി 5 വർഷം കൊടുത്തിട്ടുണ്ട്. കോൺഗ്രസ് ഇപ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് MLA വികസനം വേണ്ടെന്ന്. എവർക്കാണ് വികസനം കൊടുക്കുന്നത്? അവർക്കാര് വികസനം കൊടുക്കുന്നു? ജനങ്ങൾക്കാണ് വികസനം കൊടുക്കുന്നത്. ജനങ്ങൾക്കാണ് വികസനം. എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആ ജനങ്ങൾക്ക് വേണ്ടി ചോദിച്ചതെല്ലാം എല്ലാ മെമ്പർമാർക്കും സ്നേഹത്തോടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത്രേ അസീസ് പറഞ്ഞുള്ളൂ. അങ്ങനെ എന്ത് ചോദിച്ചാലും തരുന്ന ഒരാളാണ്. അദ്ദേഹത്തെ ജയിപ്പിക്കണം എന്നൊരു സത്യം പറഞ്ഞു. ആ സത്യം പറയാൻ പാടില്ല. കോൺഗ്രസിൽ ഇപ്പോൾ സത്യം പറയാൻ പാടില്ല. പ്രധാന നേതാക്കൾ പോലും സത്യം പറഞ്ഞാൽ അവരെ കണ്ണുകുത്തി പൊട്ടിക്കുന്ന സ്ഥിതിയാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുക. ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ്. ഇപ്പൊ കോൺഗ്രസിന്റെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ സത്യം ആരാണോ പറയുന്നത് അവരെ കണ്ണുകുത്തി പൊട്ടിക്കും. ഇത് സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത്. അയലത്തെന്ന് പ്രണയിച്ചല്ല, അസീസ് സത്യം പറഞ്ഞു. പിന്നെ അസീസിനെ പറ്റി പറയുന്ന അസീസ് വികസന സെമിനാർ നടത്തിയ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ സർക്കാർ എല്ലാ പഞ്ചായത്തുകളിലും 5 വർഷത്തെ വികസനം എന്തൊക്കെ നടത്തിയെന്ന് പറയാൻ ജനങ്ങളോട് പറയാനൊരു അവസരം ഉണ്ടായി. എല്ലാ പഞ്ചായത്തുകളിലും അത് സംഘടിപ്പിക്കപ്പെട്ടു. വെട്ടിക്കോര പഞ്ചായത്തിലും വികസന സെമിനാർ സംഘടിപ്പിക്കപ്പെട്ടു. 10:30 മണിക്ക് അസീസിനെ വിളിച്ചേച്ച് നിങ്ങൾ അതിന് പോകരുത് എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ചുമതല വഹിക്കുന്ന ആളിന് അത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അത് അദ്ദേഹം ചെയ്തു. അതിനെന്താ തെറ്റെന്താ? അത് അദ്ദേഹത്തിന്റെ കടമയല്ലേ? ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ എല്ലാ പഞ്ചായത്തിലെയും പ്രസിഡന്റുമാർ ഇത് ചെയ്തിട്ടുണ്ട്. അസീസ് ചെയ്യുമ്പോൾ മാത്രം കുറ്റമായി മാറി. അപ്പൊ അസീസിനെ ഒരു സാധാരണക്കാരൻ നിലയിൽ ജനങ്ങളുടെ ഇടയിൽ ബന്ധമുള്ള ആളുകൾ ഇവിടെ ആരാണ് അസീസിനെ? അല്ലാതെ ഇവിടെ കോൺഗ്രസിന് ജനപിന്തുണയുള്ള ജനങ്ങളുടെ സ്നേഹമുള്ള ഏതാളാണുള്ളത്? ഈ അടുത്ത പ്രദേശം പല മെമ്പർമാരെ എടുക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറെ പറ്റിയൊക്കെ എല്ലാവരും TV കാണുന്നതല്ലേ? ഇതൊക്കെയല്ലേ കയ്യിരിപ്പ്? ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറെ പറ്റിയൊക്കെ കാണുന്നില്ലേ? നമ്മൾ തൊട്ടടുത്ത വാർഡിലെ കാണുന്നുണ്ടല്ലോ, തലച്ചെറ വൈദ്യശാല ജംഗ്ഷനിലൊക്കെ കാണുന്നുണ്ടല്ലോ. അതൊക്കെ അല്ലേ ആളുകൾ? അതുപോലുള്ള ആളാണോ അസീസ്? പാവങ്ങളെ കൂടെ വർഷങ്ങളായിട്ട് നിന്ന് പ്രവർത്തിക്കുന്ന മനുഷ്യനോട് സ്നേഹമുള്ള, രാഷ്ട്രീയത്തിന് അധികമായി സ്നേഹമുള്ള ഒരു പൊതുപ്രവർത്തകൻ. അങ്ങനെയുള്ളവരൊന്നും ഇപ്പോൾ കോൺഗ്രസിൽ വേണ്ടത്. കോൺഗ്രസ് ഈ പറഞ്ഞ കണക്ക് പണ്ട് നാട്ടിൽ കുഞ്ഞായിരിക്കും പറയും കള്ളം പറയല്ലേ കണ്ണു പൊട്ടിപ്പോകുമെന്ന് പറയും. ഇപ്പോൾ ഇവിടെ അങ്ങനെയല്ല. കള്ളം പറയണേ അല്ലെങ്കിൽ കണ്ണു കുത്തി പൊട്ടിക്കും എന്നാണ് കോൺഗ്രസിലെ സ്ഥിതി. അപ്പോൾ അസീസ് സത്യം പറഞ്ഞു. അസീസ് എന്നും ഞങ്ങളുടെ അടുത്ത് സ്നേഹമാണ്. അസീസ് ഇനി ഏത് പാർട്ടി എന്നാലും ഞങ്ങൾ സ്നേഹിച്ചിരുന്നവർ തന്നെയാണ്. അതിനൊന്നും ഒരു സംശയമില്ല. പത്തനാറ് നിയമനത്തിൽ നിങ്ങൾ പ്രത്യേകിച്ച് അറിയാം, ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരോടും ഒരു സ്നേഹമില്ലാത്ത പെരുമാറ്റം നമ്മളെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല.
എല്ലാവരുടെ സ്നേഹത്തോടെയാണ് പെരുമാറിയത്. എല്ലാവരെയും ഞാൻ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഒരു MLA എന്ന നിലയിൽ എല്ലാവർക്കും ചോദിച്ച എല്ലാ വികസന പ്രവർത്തനങ്ങളും, അത് രാഷ്ട്രീയമില്ല, എല്ലാ മെമ്പർമാരുടെ നിങ്ങൾ ചോദിച്ചു നോക്കൂ. ഞാൻ ചോദിച്ചവർ എല്ലാ മെമ്പർമാർക്കും അവരാവശ്യപ്പെട്ട വികസനം അത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് വികസനം നൽകുന്നത് CPM-നോ CPI-ക്കോ കേരള കോൺഗ്രസിനോ മുസ്ലിം ലീഗിനോ കോൺഗ്രസിനോ BJP-ക്കോ ആയിട്ടല്ല, ജനങ്ങൾക്ക് വേണ്ടിയാണ് കൊടുക്കുന്നത്. ഞങ്ങൾക്ക് ഏത് മെമ്പറോടാണോ ചോദിക്കാം, അവരെ ഞാൻ ഒരു MLA എന്ന നിലയിൽ അവർ ചോദിച്ച വികസനം കൊടുത്തിട്ടുണ്ട്. അവർക്ക് അതിൻ്റെ പേരിൽ അവർക്ക് അഭിമാനത്തോടെ അവരെ വാർഡുകളിൽ തലയുയർത്തി നടക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായി കൊടുത്തിട്ടുണ്ട്. ഇനി ചില ആളുകൾ വന്നേച്ച് MLA-യുടെ വികസനം ഞങ്ങൾക്ക് വേണ്ടാന്ന്, ഇത് കോൺഗ്രസിന്റെ കുടുംബ സ്വത്വമായിട്ടാണ്, അവർക്കൊന്നും വേണ്ടല്ലോ. പാർട്ടി സ്ഥാനങ്ങൾ കൊടുക്കും, അത് പാർട്ടിയുടെ സംസ്ഥാന തലത്തിലുള്ള സ്ഥാനങ്ങൾ കൊടുത്ത് ജില്ലയിലും പ്രാദേശികമായിട്ടും പ്രവർത്തിക്കാനുള്ള അവസരം അസീസിനുണ്ടാക്കും. അസീസ് സജീവമായിരിക്കും. ഈ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അസീസ് ഞങ്ങളെ പ്രവർത്തനത്തിന്റെ മുൻനിരയിൽ ഉണ്ടാകും എന്ന അഭിമാനത്തിന് അസീസിന് അതിനെ കുറിച്ച് പറയും. അല്ല, അത് തീരുമാനിച്ചില്ല, അദ്ദേഹം അതൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ തീരുമാനിക്കും. പഞ്ചായത്തിന്റെ സ്ഥിതി എങ്ങനെയാവും? LDF പിടിക്കുമല്ലോ, വൻ ഭൂരിപക്ഷത്തിൽ പിടിക്കുന്ന സമയത്ത് അസീസ് പറഞ്ഞു. എന്താ പറയാനുള്ളത്? എനിക്കേറെ ബഹുമാനവും അതേപോലെ തന്നെ ആദരണീയനുമായ എൻ്റെ പ്രിയപ്പെട്ട നേതാവ് ബാലേശ്വര സാറിൽ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്ന നേതാവാണ് ഗതാഗത വകുപ്പ് മന്ത്രി JB ഗണേഷ് കുമാർ സാറ്. അദ്ദേഹത്തിൻ്റെ അരികിൽ പോയാൽ അദ്ദേഹം നിഷേധിക്കുന്ന ഒരു കാര്യവും എന്നോട് ഇന്നേ വരെ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നടന്നിട്ടില്ല. എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹം എന്നോടൊപ്പം സഹകരിച്ചിട്ടുണ്ട്. മന്ത്രിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ അനുജൻ ഒരു അണലിപ്പാമ്പ് കടിച്ച് അബോധാവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ IC യൂണിറ്റിൽ കിടക്കുമ്പോൾ 52 ഡയാലിസിസ് ചെയ്യുവാനും അതേപോലെ തന്നെ അദ്ദേഹത്തെ അന്ന് മന്ത്രിയായി 5 ദിവസമേ ആകുന്നുള്ളൂ, 2001 അദ്ദേഹം വിളിച്ച ഉടനെ ഓടി വരികയും അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് അവിടുത്തെ ഡോക്ടർമാരും യൂണിറ്റ് ഡോക്ടർ അതുപോലെ തന്നെ സൂപ്രണ്ട് എല്ലാവരും ഓടിയെത്തി അദ്ദേഹം വന്നു. അതാണ് എൻ്റെ ഓർമ്മയിൽ ഇന്നും നിലനിൽക്കുന്നത്. എന്തായാലും അനുജൻ ആ ജീവനോടെ കിട്ടി. ഒരു പ്രതീക്ഷയില്ലാത്ത ഒരു ഘട്ടമായിരുന്നു അന്ന്. തീർച്ചയായും ഒരു ജീവന് വേണ്ടി പോരാടി എന്നെ സഹായിച്ച എൻ്റെ പ്രിയപ്പെട്ട നേതാവ്, അന്ന് മുതൽ എൻ്റെ മനസ്സിൽ അദ്ദേഹത്തെ പ്രത്യേകം ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. ബാലകൃഷ്ണ സാറിനെ സൂക്ഷിക്കുന്ന പോലെ ഞാൻ അദ്ദേഹത്തെ തള്ളിപ്പറയുവാൻ എൻ്റെ പ്രസ്ഥാനം പറഞ്ഞാലും ഞാൻ ഒരിക്കലും തള്ളിപ്പറയാൻ പറ്റത്തില്ല. എനിക്ക് കല്ലും നെല്ലും തിരിച്ചറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് സൂര്യൻ ഉദിക്കുന്ന പോലെ പ്രകാശിച്ചിരിക്കുന്ന ഒരു നേതാവാണ് JB ഗണേഷ് കുമാർ സാറ്. കഴിഞ്ഞ ഒക്ടോബർ മാസം 18-ാം തീയതി നമ്മുടെ സാറ് സൂചിപ്പിച്ച പോലെ വെട്ടിക്കോല ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന സദസ്സ് സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ജോയിൻ്റ് ഡയറക്ടർ കർശനമായി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ 3 മാസക്കാലത്തെ സാധാരണ മീറ്റിങ്ങിൽ അജണ്ട വെച്ച് ചർച്ച ചെയ്ത് എന്നോടൊപ്പമുള്ള എല്ലാവരും അത് സംബന്ധിച്ച് നല്ല കാര്യമാണ് എന്ന് അജണ്ടയിൽ ഒപ്പിട്ട് തീരുമാനമെടുത്ത ആ വികസന സദസ്സ് JB ഗണേഷ് കുമാർ സാറ് ഉദ്ഘാടനം ചെയ്യുന്നത് കൊണ്ട് മാത്രം വിട്ടുനിൽക്കണം എന്ന് DCC പ്രസിഡന്റ് കൊടുങ്കാറ്റടിച്ചാലും അനങ്ങാപ്പറയായിരിക്കുന്ന യാതൊരു കഴിവുമില്ലാത്ത DCC പ്രസിഡന്റ് ആ സമയം എന്നോട് വിളിച്ചു പറഞ്ഞു അതിൽ പങ്കെടുക്കരുത്, മാറിയിരിക്കണമെന്ന്. ഞാൻ തീർച്ചയായും അതിൽ പങ്കെടുക്കാതിരിക്കാൻ പറ്റത്തില്ല. ഞാനാണ് മിനിസ്റ്ററെ വിളിച്ചത്. ആ പരിപാടി ഗംഭീര പരിപാടിയായിരുന്നു. മിനിസ്റ്റർ പങ്കെടുത്തതിൽ നിന്നും എല്ലാം മെച്ചപ്പെട്ട പരിപാടിയായിരുന്നു ആ വികസന സദസ്സ്. അന്ന് എനിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുമ്പോൾ ചാക്കാലക്കുന്ന് അതേപോലെ തന്നെ തലച്ചിറ പിന്നെ PHCയുടെ ബാക്കിൽ കൂടെയുള്ള റോഡ് പച്ചൂര് ഇത്രയും റോഡുകൾ തകർന്നു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. അന്നൊരു ഫണ്ടും പല മേഖലയിലും ചോദിച്ചിട്ടും തന്നില്ല. സാറിനെ കണ്ട് ഈ ആവശ്യം പിന്നാലെ പറഞ്ഞു. അത് ഘട്ടം ഘട്ടമായി ഫണ്ടുകൾ തന്നു. ഈ കഴിഞ്ഞ ആഴ്ചയിൽ 25 ലക്ഷം രൂപ 50-ാം നമ്പർ അംഗൻവാടി തലച്ചിറയിൽ കള്ളിത്തരയിൽ ഷീറ്റ് മേഞ്ഞ അംഗൻവാടിക്കും തുക തന്നു. അങ്ങനെ റോഡിൻ്റെ ഉദ്ഘാടനം നടക്കുന്ന വേളയിൽ എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട MLAയും മന്ത്രിയുമായ ഗതാഗത വകുപ്പ് മന്ത്രിയെ ഞാൻ ഉയർത്തിപ്പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അതിനുശേഷം പാർട്ടിയിൽ എനിക്കെതിരെ ചില പ്രയോഗങ്ങളൊക്കെ വന്നു. ഞാൻ വാർഡ് പ്രസിഡൻ്റായിരിക്കെ പണപ്പിരിവ് ഇവിടെ ഇറങ്ങി മണ്ഡലം പ്രസിഡന്റ് ചില പ്രവർത്തകരും നടത്തി. ജ്യോതികുമാർ ചാമക്കാല
അദ്ദേഹം എവിടെ വെളുത്ത മുണ്ടിന് തടുക്കിടുന്ന ആളാണ്. എവിടെ എന്തുകൊണ്ട് കിട്ടിയാലും അവിടെയെല്ലാം കൂടി ചെല്ലുന്ന വിഭാഗീയത കാണിക്കുന്നവരുടെ യോഗങ്ങളിൽ പങ്കെടുക്കുവാൻ അദ്ദേഹം 2 പ്രാവശ്യം ഇവിടെ കടന്നു വന്നു. ഇതെല്ലാം ചേർത്ത് കൊടിക്കുന്നിൽ സുരേഷ് എംപിക്കും DCC പ്രസിഡന്റിനും ബ്ലോക്ക് പ്രസിഡന്റിനും മണ്ഡലം പ്രസിഡന്റിനും ഒക്കെ പലതവണ പരാതി കൊടുത്തിട്ടും നാളിതുവരെയായിട്ട് ഒരു നടപടിയും ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുകയാണ് റോഡിൻ്റെ ഉദ്ഘാടനത്തിന് ബഹുമാനപ്പെട്ട മന്ത്രിയെ ഞാൻ കായ്ക്കുന്ന മരമാണ് പൂക്കുന്ന മരമാണ്, തുടർന്ന് കായ്ക്കുകയും പൂക്കുകയും ചെയ്യുമെന്ന് പറയുകയും അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും അതോടൊപ്പം തന്നെ കായ്ക്കാത്ത മച്ചുമരങ്ങൾ കടന്നു വരുമെന്ന് ഞാൻ അന്ന് പറഞ്ഞതാണ്. അവരെ തിരിച്ചറിയണമെന്ന് പറഞ്ഞതാണ്. ഇന്ന് ഞാൻ പറയുന്നു, മുട്ടിയാൽ തുറക്കുന്ന വാതിൽ AB ഗണേഷ് കുമാറിൻ്റെ വാതിൽ മാത്രമായിരുന്നു എൻ്റെ അനുഭവത്തിൽ. 42 വർഷത്തെ അനുഭവം വെച്ച് ഞാൻ പറയുകയാണ്. ഇവിടെ കോൺഗ്രസ് ഇല്ലാത്ത ഈ വാർഡിൽ കോൺഗ്രസിനെ വളർത്തി വലുതാക്കിയത് ഞാനാണ്.